അമർജി, ഹലോ. പറയൂ. പിന്നെ നമ്മുടെ പ്ലാനിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന സമയമല്ലേ ഇപ്പോ? അതെ നമ്മളെ നിയോ ലൈഫ് അല്ലേ? നിയോ ലൈഫ് കുഴപ്പമില്ലല്ലോ. പറയൂ. ക്ലബ്ബ്. അപ്പോ ആ PDF ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് വെച്ചാൽ മതി. നമുക്ക് അത് വെച്ചിട്ട് സംസാരിക്കാം. ഓക്കെ. അപ്പോ ഇതില് നമുക്ക് സാധാരണഗതിയില് നമുക്ക് ഒരു കമ്പനിയിലേക്ക് ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോ നമുക്ക് ഉണ്ടാകുന്ന റിസ്ക് എന്താന്ന് വെച്ചാൽ അതില് അയാള് ജോയിൻ ചെയ്യുമ്പോൾ മുടക്കുന്ന പൈസയാണ്. അതെ തീർച്ചയായും. പൈസ മുടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുകയാണെങ്കിലും ഒരു സർവീസ് കൊടുക്കുകയാണെങ്കിലും ഒരു ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിലും എല്ലാവർക്കും വരുന്ന ബുദ്ധിമുട്ട് ആ പൈസ ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ളതാണ് അല്ലെ? ഈ ഒരു ഉത്തരവാദിത്തത്തിനെ ഭയന്നിട്ടാണ് സാധാരണ മനുഷ്യന്മാര് ഇത്തരം സംവിധാനത്തിലേക്ക്. ഇപ്പൊ നമുക്കറിയാം 1% ആൾക്കാർ പോലും ഇത്തരം പ്രൊമോഷൻ വർക്കുകൾ ചെയ്യുന്നവരില്ല നാട്ടിലെ. എന്നാൽ എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ ഒരു പാസീവ് ഇൻകം കിട്ടണം, ഒരു ലിവറേജുള്ള ഇൻകം കിട്ടണം, നമ്മൾ പണിയെടുക്കാതിരുന്നാലും നമ്മൾ എടുത്ത പണിക്ക് പിന്നീടും വരുമാനം കിട്ടണം, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എന്നിട്ടും ചെയ്യാത്തതിന്റെ കാര്യം ഈ റിസ്ക് കൊണ്ടാണ് അല്ലെ? ഇങ്ങനത്തെ സിസ്റ്റത്തിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ആ പ്രോഡക്റ്റിന്റെ യഥാർത്ഥത്തിലുള്ള വിലയുടെ പുറത്ത് ലോഡ് ചെയ്യുന്ന ഒരു അമിത പൈസയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുള്ളൂ അവിടെ. റിയലായിട്ടും അങ്ങനെയാണ്. ഞാനത് തെറ്റായിട്ട് പറയല്ല, അങ്ങനെയാണ്. അപ്പോ ഈ റിസ്ക് നമുക്ക് നിയോ ലൈഫിൽ കാണാൻ പറ്റൂല എന്ന് പറയാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ മുടക്കുന്ന പൈസ, ഒരാളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്ന പൈസ 100% സ്പോൺസർ ചെയ്യുന്ന ആൾക്കാണ് കിട്ടുന്നത്. $30 ആണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിന് നമുക്ക് പാക്കേജ്. $30 ആണ്. ഈ $30 മാത്രമേ ഒരാൾക്ക് അതിന് കയ്യിൽ നിന്ന് മുടക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ആ $30 നമ്മുടെ കയ്യിലേക്കാണ് വരുന്നത്, നമ്മുടെ വാലറ്റിലേക്ക് സ്പോട്ടിൽ ഇൻസ്റ്റന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫുൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാലറ്റിലേക്കാണ്. ഒന്നും വേണ്ട, സ്പോട്ടിൽ ഇൻസ്റ്റന്റ് ആയിട്ട്. എന്ന് വെച്ചാൽ ഇത് സ്മാർട്ട് കോൺട്രാക്ട് വഴി വേറെ ഏതെങ്കിലും ഒരു ക്രിയേറ്ററുടെ അക്കൗണ്ടിലേക്ക് പോയിട്ട് വരികയല്ലേ ചെയ്യാം, ഡയറക്റ്റ് P2. അപ്പോ ഈ 100% നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഒരർത്ഥം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ ഒന്നും പറ്റിയില്ലെങ്കിൽ എന്നെങ്കിലും അയാൾ പറയാണ് അത് എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ പൈസ നമുക്ക് തിരിച്ചു കൊടുത്താൽ ആ പ്രശ്നം തീർന്നു. നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമുക്ക് കൊടുക്കാലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് അയാള് 10 പേരോട് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരാള് വരുമ്പോ തന്നെ അയാളുടെ പൈസ കിട്ടി. ഇത്രയും നമുക്ക് സുഗമമായി ലളിതമായിട്ട് കമ്പനിക്ക് ഇതിലെന്താ ലാഭം? ഞാൻ പറയാം. അത് നല്ല ചോദ്യമാണ് കേട്ടോ. ആ ചോദ്യങ്ങൾ ഒന്നുകൂടി ചോദിക്കണം. അപ്പൊ ഇതില് ഈ $30 നമുക്ക് കിട്ടുന്നു. ഇങ്ങനെ എത്ര പേരെ വേണേലും നമുക്ക് ഡയറക്ട് റെഫറൽ ചെയ്യാം. ആ ഡയറക്ട് റെഫറൽ ചെയ്യുന്ന എല്ലാവരുടെയും എമൗണ്ട് നമുക്ക് തന്നെ വരും. പക്ഷെ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ നമ്മളുടെ ഈ നമ്മൾ ചേർക്കുന്ന ആളുകള് ഒരു 2 മാട്രിക്സിന്റെ സിസ്റ്റത്തിലാണ് പോയി വീഴുന്നത്. പ്ലേസ്മെന്റ് ആകുന്ന ഒരു 2 മാട്രിക്സിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ലെഗിൽ 2 ഓപ്പണിംഗ് ഉണ്ടാവുള്ളൂ. അതിന് ലെഫ്റ്റും റൈറ്റും എന്നുള്ള കൺസിഡറേഷൻ അല്ലെങ്കിലും അവിടെ 2 ഓപ്പണിംഗ് ഉണ്ടാവുള്ളൂ. ആ 2 ഓപ്പണിംഗ് നമ്മൾ മൂന്നാമത്തെ ഒരാളെ ചെയ്താൽ ഈ 2 ഓപ്പണിംഗ് ഉള്ള ഒരാളുടെ ട്രീയിലാണ് ഇയാൾ പോയി പ്ലേസ് ആവുക. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളിപ്പോ 2 പേരെ കൊണ്ടുവന്നു. ആ 2 പേരും ഒരാളെ പോലും കൊണ്ടുവരുന്നതിന് മുന്നേ നിങ്ങൾ 4 പേരെ കൂടി കൊണ്ടുവന്നാൽ ഇത് ഈ 2 പേരുടെ താഴെ ഇവർക്ക് ടീമായിട്ട് അവിടെ കയറി പോകും. അത് അപ്പൊ എന്ത് സംഭവിച്ചു? അവർക്ക് അവരുടെ വർക്ക് കൊണ്ടല്ലാതെ ഒരു ടീം സെറ്റായി. ടീം സെറ്റ് ആവുന്നതിന് വലിയ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ടീം വന്നു. എന്നാൽ ഇത് ടീം വന്നപ്പോഴൊക്കെ പൈസ മുഴുവൻ നിങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ? നിങ്ങൾക്കും ചെയ്യാം, ഈ വന്ന ആൾക്കാർക്കും എത്ര പേരെ വേണമെങ്കിലും ഡയറക്ട് റെഫറൽ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ആലോചിക്കും ഇവിടെ വേറൊരു പൈസ ഇല്ല, അപ്പൊ എങ്ങനെയാണ് ടീമിന്റെ ലിവറേജ് ഇൻകം ഇവിടുന്ന് കിട്ടുക എന്ന് ചോദിച്ചാൽ അതിനാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡേഷൻ പ്രോസസ് ആണ് ഇതിലുള്ളത്. നമുക്ക് ഇതില് ഡയറക്ട് റെഫറൽ 100 കിട്ടുന്നുണ്ട്. കമ്പനിയുടെ കയ്യിൽ ഒരു പൈസയും ഒരു ഘട്ടത്തിലും ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് കിട്ടണമെങ്കിൽ നമ്മളൊരു $40 അപ്ഗ്രേഡ് ചെയ്യാം. $40 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ലെവലിൽ നിൽക്കുന്ന ആളുകൾ ഇതേപോലെ ടീം ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് $40 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത് മുഴുവനും നമുക്ക് കിട്ടും. എന്തിനാണ് ഈ $40 അപ്ഗ്രേഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി ഒരു ടീം ഉണ്ട്, ആ ടീമിന്റെ വർക്ക് നടക്കുന്നുണ്ട്, അതിൽ ചിലരൊക്കെ ഡയറക്റ്റ് അത് മുടക്കല്ലോ. നമുക്ക് 60 മിനിമം കിട്ടിയാലേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. 2 പേരെ ഡയറക്ട് റെഫറൽ ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ.
ആ ഓക്കെ. അപ്പൊ കിട്ടിയതിൽ നിന്ന് മുറിക്കാൻ മതി. കിട്ടിയതിൽ നിന്നേ മുടക്കാൻ പറ്റുള്ളൂ. ഇതില് അതെ അതെ. ഒരിക്കലും നമ്മൾ വന്നിട്ട് നേരെ തന്നെ എന്നാ ശരി ഞാൻ 40 ചെയ്യാം 80 ചെയ്യാം നടക്കൂല. അങ്ങനെ മുമ്പ് കുറെ പ്ലാനുകൾ വന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യാൻ അപ്പൊ കാശുള്ള ആളുകൾ വലിയ ഇതൊക്കെ കണ്ട് അടിച്ചിടും, എന്നിട്ട് അവരങ്ങനെ ഏൺ ചെയ്യും. അല്ല. അവസാനം വന്ന ആളുകൾക്കൊന്നും കിട്ടാത്ത സംഭവങ്ങളൊക്കെ ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇല്ല അതിന്റെ പേരൊന്നും പറയണ്ട. അങ്ങനെയൊക്കെ വന്ന പ്ലാൻ വളരെ വ്യത്യാസം. ഇതിലങ്ങനൊന്നുമില്ല. ഇതിൽ അങ്ങനെയില്ല. അപ്പൊ എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ രണ്ടുപേരെ ഡയറക്ട് റെഫറൽ ചെയ്ത് നമുക്ക് $60 കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുള്ളൂ. വേണമെങ്കിൽ അതിന് വേറൊരു തരത്തിൽ കൂടി പറയാം. എന്ന് വെച്ചാൽ നമ്മളുടെ രണ്ടാമത്തെ ലെവലിൽ ഒരു 4 പേര് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഒരാളെങ്കിലും വന്നതിന് ശേഷമോ അപ്ഗ്രേഡ് ചെയ്താലും മതി. കാരണം നമ്മൾ അപ്ഗ്രേഡ് ചെയ്താൽ ഇവിടെ ഒരാൾ വന്ന് അയാളുടെ ടീം വർക്ക് തുടങ്ങി അപ്പോഴല്ലേ നമുക്ക് അയാൾ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് അക്കാര്യത്തിൽ ധൃതി പിടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ടീമൊക്കെ നന്നായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രണ്ടുപേരെ ഡയറക്ട് റെഫറൽ ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്നതാണ് ആ സിസ്റ്റത്തിന് നല്ലത്. ഓക്കെ. രണ്ടാമത്തെ ലെവലിൽ നിന്നും 100% നിങ്ങൾക്ക് തന്നെ കിട്ടി. അപ്പൊ രണ്ടാമത്തെ ലെവലിൽ നിന്ന് എത്ര പേരുടെ നിന്ന് കിട്ടും? 4 പേരുടെ നിന്ന് $40 വെച്ച് $160 കിട്ടാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാരും ഈ 40 മുടക്കൂലേ? ഉറപ്പാണല്ലോ അത്. അപ്പൊ ഇനി ശരിക്കും പറഞ്ഞാൽ ഈ 40ന്റെ 100% നമുക്ക് കിട്ടുമ്പോൾ അവിടുന്ന് അല്ല ഇതിന്റെ ലിവറേജ് പ്ലാൻ തുടങ്ങുന്നത് അടുത്ത അപ്ഗ്രേഡിലാണ്. എന്നുവെച്ചാൽ നമ്മളുടെ മൂന്നാമത്തെ ലെവലില് ആൾക്കാർ ആയി അവര് മൂന്നാമത്തെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത് $80 അപ്ഗ്രേഡാണ്. അത് $80 ചെയ്യുമ്പോൾ അവിടുന്ന് ഇവർ ഓരോരുത്തരും ചെയ്യുന്ന 8 പേരും ചെയ്യുന്ന $80 50% $40 വെച്ച് നമുക്ക് കിട്ടും. അപ്പൊ എത്രയും 4 × 32 $320 അവിടെ കിട്ടാനുണ്ടെങ്കിൽ ആരെങ്കിലും ഉറപ്പായിട്ടും ഈ 80 മുടക്കൂലേ? അത് 80 മുടക്കിയാലേ അത് കിട്ടുള്ളൂ. എന്തെങ്കിലും കിട്ടൂല. അപ്പൊ ഉറപ്പായിട്ടും ചെയ്യൂലേ? അത് വേറെ കണ്ടീഷനും വേണ്ട. നമ്മൾക്ക് ഉറപ്പായിട്ടും ടീം ഉണ്ടെങ്കിൽ ഓരോരുത്തരും അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അപ്പൊ 4ാമത്തെ ലെവലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? $80 വന്നപ്പോൾ അതിന്റെ $40 നമുക്ക് കിട്ടി. ഓക്കെ. അപ്പൊ ഈ മൂന്നാമത്തെ ലെവലില് കേട്ടോ, 4അല്ല 3ാമത്തെ ലെവലില് ഇതേപോലെ 4ാമത്തെ ലെവലില് ഇവര് 160 ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവരുടെ 4ാമത്തെ ലെവലിൽ വന്ന ആൾക്കാർ 160ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിന്റെ 80 നമുക്ക് കിട്ടാനാണ്. 50% അവിടെ കിട്ടും. അപ്പൊ ഇങ്ങനെ നമ്മള് 160, 320, 640, 1280 എന്ന് പറഞ്ഞിട്ട് $40,000 പാക്കേജ് വരെ ഇതിലുണ്ട്. ഓക്കെ. പക്ഷെ ഒരാൾക്കും ഇതിൽ നമുക്ക് കിട്ടിയ വരുമാനത്തിൽ നല്ലാതെ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ കൂടുതൽ ചെയ്യാനും പറ്റൂല. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരാളും $30 മുടക്കി എന്നുള്ള ഒരു കാര്യവും ഇവിടെ ഒരിക്കലും വരില്ല. നമ്മൾ കൊണ്ടുവരുന്ന ഒരാളുടെ $30 കാര്യമേ ഉള്ളൂ. നമുക്ക് ആ $30 നമ്മുടെ കയ്യിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എപ്പോ വേണമെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ട് അത് തിരിച്ചു കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യാം. നമുക്ക് കൂടുതൽ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അയാളുടെ താഴെ ടീം നല്ലോണം വന്നിട്ടുണ്ട്. അയാളോട് റെഫർ ചെയ്യാൻ പറയാം. നമുക്ക് കിട്ടുന്ന ഒരാളെ അയാൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് കൊടുക്കാം. ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്താണ് ഇനി ഇത് ഇങ്ങനെ വരുന്ന ഒരു ട്രീയിൽ നിന്നും നമുക്ക് ആ ട്രീയുടെ ഇൻകം വെറും 2 പേരെ മാത്രം റെഫർ ചെയ്താൽ പോലും അവിടെ $11 കോടി അവിടെ കിട്ടുക. ഈ ട്രീയിൽ 4096 പേരടങ്ങുന്ന 12 ലെവലുള്ള ട്രീയിൽ നിന്നും $11 കോടി നമുക്കവിടെ കിട്ടുക. ഓക്കെ. പക്ഷെ നല്ല വരിക അവിടെ. കാരണം എന്താ വെച്ചാല് നമ്മൾ ഡയറക്ട് റെഫറൽ ചെയ്യുന്ന ആൾക്കാർക്കും ഇങ്ങനെ ഒരു ട്രീ ഉണ്ടാവുമല്ലോ. അവരുടെ ടീമിൽ ഒരാൾ 3ാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവരുടെ ടീമിൽ ഒരാള് 3ാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അയാളുടെ 3ാമത്തെ ലെവലിലുള്ള ആൾ 3ാമത്തെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അയാൾക്ക് 40 കിട്ടുമ്പോൾ $16 നമുക്കും കിട്ടും. അത് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ആണ്. അത് നേരത്തെ പറഞ്ഞതിൽ പെടാത്തതാണ്. അങ്ങനെയാണ് ഇത്. നമുക്ക് വെറും 2 മാട്രിക്സിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ $40 കോടി എത്തും. ഇത് 11 കോടി പറഞ്ഞെങ്കിൽ ഇത് വെറും 2 പേരെ മാത്രം ആൾക്കാർ ചെയ്താലും ആ ട്രീ ഫില്ല് ആകുമ്പോഴേക്കും നമുക്ക് $40 കോടി കിട്ടും. അപ്പോ ഇതില് ഈ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ട് റെഫറൽ ചെയ്ത ആൾക്കാര്. ഓക്കെ. അവരുടെ നിന്നൊക്കെ അവര് വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ 40% നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് $100 $40 നമുക്കുണ്ട്. എന്താണ് ഈ പ്ലാനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്,
നമ്മൾ ഒരാളെ ഡയറക്ടർ റെഫറൽ ചെയ്യാൻ മടി എന്നുള്ള കാര്യം ഇവിടെ 100% നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാവില്ല. അതെ അതെ അതെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരാളെ കൊണ്ടുവന്നാൽ അവിടുന്ന് കിട്ടുന്ന വരുമാനം അതിഭയങ്കരമാണ്. വളരെ എന്താണ്, ഒരാളെ കൊണ്ടുവന്നതിന്റെ പേരിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ 2 പേരെ കൊണ്ടുവന്നതിന്റെ പേരിലാണ് നമുക്ക് ഈ $40 കോടി കിട്ടുന്നത്. അപ്പൊ ഒരാളുടെ മൂല്യം $20 കോടി. അതെ 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 അതെ. ഒരു മനുഷ്യന് അത്രയും മൂല്യം ഈ സിസ്റ്റത്തിൽ വരുന്ന ആൾക്കുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങളെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നാലോ നിങ്ങൾ വേറൊരാളെ കൊണ്ടുവന്നാലോ ഒക്കെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതെ അതെ അതെ. സപ്പോർട്ടാണല്ലോ വേണ്ടത് ശരിക്കും, അല്ലെ? 2-3 ദിവസമായിട്ട് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ട് വെക്കുന്നു, നിങ്ങൾക്ക് പ്ലാൻ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ അപ്പൊ ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള എല്ലാ വഴികളും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നത് അതിന്റെ ഒരു വഴി തന്നെയാണ്, അല്ലെ? ഞാൻ ഇനി ഇതിന്റെ അകത്ത് രണ്ടാമത്തെ ഇൻകം ഞാൻ പറയാം. അത് ഈ ജനറേഷൻ ഇൻകം ആണ്. നമ്മൾ ഡയറക്ടർ റെഫറിൽ കൊണ്ടുവന്ന ആൾക്കാർക്ക് കിട്ടുന്ന വരുമാനത്തിന് 40%. ഓക്കെ. അപ്പൊ ഇതിലെ രണ്ടാമത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇവര് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന എത്ര പേരുണ്ടോ അവരാണ്. ഓക്കെ. അവരുടെ നമുക്ക് അവര് വാങ്ങിക്കുന്ന ഇൻകത്തിന്റെ 30% നമുക്ക് കിട്ടും. അവര് മൊത്തം ആ ട്രെയിൽ വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ 30% നമുക്ക് കിട്ടും. ഇനി മൂന്നാമത്തെ ജനറേഷനിൽ വരുന്നത് അവര് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അവിടെ അവർ വാങ്ങിക്കുന്ന ട്രീ ഇൻകത്തിന്റെ 20% നമുക്ക് കിട്ടും. ഇനി അവര് കൊണ്ടുവരുന്ന ആൾക്കാരുടെ 10% നമുക്ക് കിട്ടും. നമ്മുടെ ആ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ആ ചാർട്ട് അനുസരിച്ച് നമുക്ക് ഒരു ട്രീയിൽ വെറും 2 പേരെ മാത്രം ഓരോരുത്തരും ഡയറക്ടർ റെഫറൽ ചെയ്താൽ കിട്ടുന്ന ഇൻകമാണ് ആ 40 കോടിക്ക് പുറത്തുള്ളത്. അത് USDT ആണ് കേട്ടോ. 40 കോടി. അതൊക്കെ അതിന്റെ ഇന്ത്യൻ കണക്കൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ട് ഇരുന്ന് കണക്കൂട്ടി നോക്കിയാൽ മതി. അപ്പൊ ഇനിയുള്ള കാര്യം എന്താ വെച്ചാല്, അപ്പൊ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നതിന് ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. വരുമാനം കിട്ടുന്നു, പിന്നെ നമുക്ക് നമ്മുടെ കൂടെ വരുന്ന ആളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അത്രയും സപ്പോർട്ട് ഇൻകം കൊണ്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നിങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ നിങ്ങളും ടീമിനെ സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മളൊരു അക്ഷയഖനിയാണ് ഒരാൾ വരിക എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള കാര്യങ്ങൾ നേരത്തെ വന്നിട്ടില്ല. ഓക്കെ. ഇനി ഇതിനെക്കുറിച്ച് 1-2 ചെറിയ കാര്യങ്ങളൂടെ പറയാം. ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ സാധാരണ ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമുകളിൽ തന്നെയും ഇത് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ വാലറ്റിലേക്ക് പോയിട്ട് അവിടുന്ന് നമ്മൾ വിഡ്രോവൽ കൊടുത്തിട്ടോ വിഡ്രോവൽ കൊടുക്കാതെയോ ഒക്കെയാണ് നമുക്ക് വരിക. ഓക്കെ. ഇത് നമ്മൾ ഏത് ഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും ഒരാൾ അപ്ഗ്രേഡ് ചെയ്യുന്ന തുക അത് സ്പോട്ടിൽ സ്പ്ലിറ്റ് ചെയ്യപ്പെടാണ്. സ്പോട്ടിൽ ഇത് ഒരു നമ്മൾ $80 തൊട്ടുള്ള അപ്ഗ്രേഡിൽ 5 ആൾക്കാർക്കായിരിക്കും അതിൽ അർഹത ഉണ്ടാവുക. ഒന്ന് അയാളുടെ ആ 3ാമത്തെ ലെവൽ അപ്ലൈ ചെയ്യുന്ന ആരാണോ അദ്ദേഹത്തിന്. ഓക്കെ. ഇനി അടുത്ത അർഹത ഉണ്ടാവുക അയാളെ സ്പോൺസർ ചെയ്ത ആൾക്ക്, പിന്നെ അയാളെ സ്പോൺസർ ചെയ്ത ആള്, അയാളെ സ്പോൺസർ ചെയ്ത ആള്, അയാളെ സ്പോൺസർ ചെയ്ത ആള്, അങ്ങനെ 5 പേർക്കാണ് 5 വാലറ്റുകളിലേക്ക് ഇത് സ്പോട്ടിൽ സ്പ്ലിറ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇവര് ടീം ഡെവലപ്പ് ചെയ്തതിന്റെ വരുമാനം അല്ലാതെ ഒരു പൈസയും ആ സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ്സിലേക്ക് പോകുന്നില്ല. എന്ന് വെച്ചാൽ ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആണ്, ഓട്ടോണമസ് ആണ്, നോൺ പ്രോഫിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇത് അവരുണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏതൊരാൾക്കോ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോ ഒരു ഓർഗനൈസേഷനോ വന്നിട്ട് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആണെന്ന് വിചാരിക്കാം. ആൾക്കാർക്ക് പോയിട്ട് ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് തന്നെ ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഏതാളാണെന്നുണ്ടെങ്കിലും 2 ഓപ്പണിംഗ് അല്ലേ ഉള്ളൂ, ബാക്കിയുള്ള ആൾക്കാർ അല്ലെ. അപ്പൊ ആ താഴെ വരുന്ന ആൾക്കാരുടെ അപ്ഗ്രേഡിന്റെ സമയത്തുള്ള എമൗണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 2 പേരെ ഡയറക്ടർ റെഫറൽ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള പണിയേ ഉള്ളൂ.